ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. SMC സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തീരിയം USD ഡോളറിൽ കിട്ടിയിട്ടുള്ള ഒരു ട്രേഡിൻ്റെ ഫ്രം ദ ബിഗിനിങ് തൊട്ടുള്ള ഒരു അനാലിസിസ്. ഒരു പ്ലെയിൻ ചാർട്ട് ഇത് കണക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SMC സീരീസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിലെ വീഡിയോസ് എല്ലാം കാണുക. അതാകുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇത്തിരി കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. സോ SMC ഇല്ലെങ്കിൽ ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും SMC പ്ലേലിസ്റ്റിലെ വീഡിയോസ് എല്ലാം കണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് SMCയിൽ പഠിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. സോ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. സോ നമുക്ക് ഡയറക്റ്റ് ഈ എത്തീരിയം USD വന്നിട്ടുള്ള ഒരു ചെറിയൊരു ട്രേഡ് പ്ലാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. റൈറ്റ്. സോ എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റിൽ വന്നിട്ടുള്ള സ്വിങ്സ് ആയിരിക്കും. നമ്മൾ ഒരു അനാലിസിസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഒരു പോർഷനിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാപ്പിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സോ ഇത്രയും ഈ സ്ക്രീനിൽ കാണുന്ന എനിക്കൊരു ലോവസ്റ്റ് പോയിൻ്റ് ആയിട്ട് കിട്ടുന്നൊരു ഏരിയ ഏതാണ്? ഇതാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നൊരു ലോ. റൈറ്റ്. ഇതാണ് എനിക്ക് കിട്ടുന്നൊരു ഹൈ എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. റൈറ്റ്. നമുക്ക് ഇത്രയും പോർഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് അനാലിസിസ് ചെയ്തെടുക്കാം. റൈറ്റ്. സോ ഇവിടുന്ന് ഞാനൊരു സ്ട്രക്ചർ മാപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഹൈ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നേരെ താഴത്തേക്ക് വന്നു, അപ്സൈഡിലേക്ക് പോയി. എൻ്റെ ഹൈ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും താഴത്തേക്ക് വന്നു, അപ്സൈഡിലേക്ക് പോയി. റൈറ്റ്. താഴത്തേക്ക് വന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, ഇത് ലോ. റൈറ്റ്. ഇനി ഇത് താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. റൈറ്റ്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു മാർക്കറ്റിൽ സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോസ്. റൈറ്റ്. ഇനി ഇതിൽ നിന്ന് ഈ ടോപ്പിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ ഏതാണ്? ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റീട്രേസ്മെൻറ്റ് ഇല്ലേ, സ്വിങ്സിനെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഈ ടോപ്പ് തൊട്ട് ഈ ബോട്ടം വരെയുള്ള ഏരിയ, ഓരോ സ്വിങ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ടോപ്പും ലോയും കൂടെ എടുക്കുന്നതിനാണ് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് SMC കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഈ ഒരു പോർഷനെയാണ് ഞാനിപ്പോൾ, ഇതാണ് എൻ്റെ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. റൈറ്റ്. നമുക്ക് OF എന്ന് മാർക്ക് ചെയ്യാം. റൈറ്റ്. ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ നോക്കേണ്ടത് ഈ സ്വിങ്ങിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എനിക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ക്യാൻഡലിലെ ലോ വരെ നമുക്ക് ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യാം. ഇതെന്താണ്? ഇതെൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. റൈറ്റ്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന ക്യാൻഡിൽ എന്താണ്? ഇല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങോ ഇല്ലെങ്കിൽ ഈ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്യാൻഡിൽ, ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിൽ. റൈറ്റ്. ഇതിനെ നമുക്കൊരു സ്ലൈറ്റ്ലി ബ്ലാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. റൈറ്റ്. അപ്പോൾ എനിക്ക് ഈ സ്വിങ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി ഇത് ഓവർ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ, ഈ ഒരു സ്വിങ്, അതോടൊപ്പം തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഡ്രോ ചെയ്ത് കാണിക്കുന്നത്. സോ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ ഫ്ലോ ഡിലീറ്റ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്ന ആ ഓർഡർ ബ്ലോക്ക്. റൈറ്റ്. ഈ ഓർഡർ ബ്ലോക്ക് ഇവിടെ വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരുപാട് ബയ്യേഴ്സ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ബയ്യേഴ്സ് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ SL കിടക്കാൻ സാധ്യതയുള്ള ഏരിയ ഏതാണ്? അവർ SL വരാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു പോയിന്റ്. റൈറ്റ്. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ക്യാൻഡിലിൻ്റെ താഴത്തായിട്ട് അവരുടെ SL മാർക്കറ്റിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോൾ മൂവ് ഉണ്ടായാലും മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്ന ഏരിയയിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതല്ല, സപ്പോർട്ട് റെസിസ്റ്റൻസിനേലെ കൂടുതൽ മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്ലൈ, ഡിമാൻഡ് ഇല്ലെങ്കിൽ ലിക്വിഡിറ്റി സോൺസ് ആണ്. റൈറ്റ്. സോ ഞാൻ ഈ ഓർഡർ ഫ്ലോ, ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതുകൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ഇനി പറയുന്നത് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ കാണുന്നുള്ളൂ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ താഴത്തായിട്ട് എന്താണ്, നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി കിടപ്പുണ്ട്.
റൈറ്റ്. സോ ഞാൻ ഈ ഒരു എതീറിയം USD ചാർട്ടിലേക്ക് എത്തപ്പെടുന്നത് ഈ ഒരു പോർഷനിലാണ്. അതായത് സപ്പോസ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്താണ് ഞാൻ മാർക്കറ്റിലേക്ക് എത്തുന്നതെങ്കിൽ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി സോണിൻ്റെ അടുത്തേക്കാണ് മാർക്കറ്റ് വരുന്നത്. ഇനി ഇവിടുന്ന് രണ്ട് കാര്യങ്ങൾ നടക്കാം. ഒന്ന്, നെക്സ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവാം, റൈറ്റ്, താഴത്തേക്ക് ക്ലോസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പം മാർക്കറ്റിൻ്റെ നമ്മൾ ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, ഒരു ബുള്ളിഷ് ട്രേഡിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് കാണും. അപ്പോൾ ആ ഒരു ബുള്ളിഷ് ട്രേഡ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു പോർഷനിൽ മാർക്കറ്റിൽ നിന്ന് ഒരു ചെറിയ റിവേഴ്സൽ കിട്ടാൻ എനിക്ക് സാധ്യതയുണ്ട്, റൈറ്റ്. നിങ്ങൾ ഈ ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ നോക്കണ്ട, ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, നെക്സ്റ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്. സോ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്ത് കിടക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് എനിക്ക് ലിക്വിഡിറ്റി ഹണ്ട് കിട്ടിയിട്ട് മാർക്കറ്റിൽ റിവേഴ്സൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇതെന്താണ്, ഇതെൻ്റെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആണ്, ഇതൊരു ലിക്വിഡിറ്റി പോർഷൻ ആണ്. ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഇവിടെ നിന്ന് എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആവുന്ന ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആണ്, റൈറ്റ്. സോ മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ ക്യാൻഡിലും തമ്മിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യും, ഞാനൊരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകും. അതായത് 5 മിനിറ്റ്സിൽ പോകുന്നതിലും ഇത്തിരിയൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റിലേക്ക് പോകാം. കാരണം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നു അത്രയും ചെറിയ SL നമുക്ക് കിട്ടത്തുള്ളൂ. സോ ആസ് എ ട്രേഡർ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെങ്കിൽ എപ്പോഴും നമ്മൾ സ്മോൾ SL ബിഗ് പ്രോഫിറ്റിലേക്ക് വേണം ട്രേഡ് ചെയ്യാൻ, റൈറ്റ്. നമ്മൾ വരച്ചിട്ടിരുന്ന ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇതാണ്, ഈ ബ്ലൂ ലൈനാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ആ ഒരു പോർഷനിൽ വന്ന് ടാപ്പ് ചെയ്ത് റിയാക്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത് വന്ന് ടാപ്പ് ചെയ്തെന്ന് മാത്രം ഉടനെ ചാടിക്കയറി എൻട്രി എടുക്കരുത്, എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, റൈറ്റ്. അതിന് ഇനി മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യും. അതായത് എനിക്കൊരു എന്ത് വേണം, ഒരു സ്ട്രക്ചർ മാപ്പിംഗ് ചെയ്യണം. മാർക്കറ്റ് ഇവിടുന്ന് നേരെ താഴത്തേക്ക് വന്നു, ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്, ഡൗൺ വന്നു, അപ്പ് ഡൗൺ, റൈറ്റ്. ഇതാണ് എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന മാർക്കറ്റിലെ ഒരു സ്വിങ്. നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിൽ ഗ്രാബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്പ് സൈഡിലേക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, നമ്മളെന്താ ചെയ്യുന്നത്, ഈ ഒരു റീസെൻ്റ് ആയിട്ട് വരുന്ന സ്വിങ് ഹൈന് എന്ത് ചെയ്യും, ഇതിന് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് കരുതാതെ ഇതിന് നമ്മൾ എന്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇങ്ങനെ കൺസിഡർ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി എൻട്രി കിട്ടാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഒരു ചെറിയൊരു SL കൂടി നമുക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രീവിയസ് സ്വിങ് ഹൈനെ അത് ബ്രേക്ക് ചെയ്തു. പ്രീവിയസ് സ്വിങ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിനൊരു ഇൻഡ്യൂസ്മെൻ്റ് എന്ന് കരുതാതെ ഇതിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ട ഒരു ചെറിയ കൺഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിൽ കാണുന്നുണ്ടോ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അപ്പ് സൈഡിലേക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ആവുന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. സോ ഇതെന്താണ്, ഇതൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിൻ്റെ, അതായത് ബയ്യേഴ്സ് ഇൻട്രസ്റ്റഡ് ആയതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ ഒരു നമ്മുടെ ഒരു ലിക്വിഡിറ്റി സോണിൽ നിന്ന് നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷനിലേക്ക് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നത്, റൈറ്റ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്ത എൻട്രി മൊഡ്യൂൾ പ്രകാരം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, റൈറ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ആ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോട് കൂടി നമുക്ക് എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, റൈറ്റ്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എപ്പോഴാണോ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, അത് നമ്മുടെ ഒരു എൻട്രി പോയിൻ്റ് ആണ്, റൈറ്റ്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ്
ഓക്കെ സോറി, ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള ഒരു എൻട്രി എടുക്കും. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റീസെൻറ്റ് സ്വിംഗ് ലോ, അതായത് എവിടെ നിന്നാണോ ആ ലിക്വിഡിറ്റി ഹണ്ട് നടന്നിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എസ് എൽ ഇത്തിരി ബഫർ കൂടെ കൊടുത്തിട്ട് നമ്മൾ എസ് എൽ പ്ലേസ് ചെയ്യും. റൈറ്റ്. സോ നമുക്ക് എൻട്രി പോയിന്റ് കിട്ടി, നമുക്ക് എവിടെ എസ് എൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടി, എസ് എൽ കീപ്പ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് കിട്ടി. ഇനി നമുക്ക് വേണ്ടതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ടാർഗറ്റ് കണ്ടെത്തുന്നത് നമ്മൾ സെയിം മെത്തേഡാണ്. കാരണം മാർക്കറ്റ് മൂവ്സ് ഫ്രം ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി. നമ്മൾ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്ത് വരുന്ന ഒരു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ഹണ്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത് ക്രിയേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതായത് ഈ ക്യാൻഡലിൻ്റെ ഹൈ, അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. മാർക്കറ്റിൻ്റെ ടാർഗറ്റ് അപ്പ് സൈഡിലേക്കും ആകാം, എന്നാലും നമ്മുടെ ഒരു ട്രെയിലിംഗ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും നമ്മൾ പോകുന്ന ഡയറക്ഷനുള്ള ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ലിക്വിഡിറ്റി സോണിനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്, മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. സോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ്. റൈറ്റ്. ഇനി നമ്മൾ 1 മിനിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞു അപ്പ് സൈഡിലേക്ക് പോയി തിരിച്ച് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ആ എൻട്രി ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ലിക്വിഡിറ്റി പൂളാണ്. റൈറ്റ്. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. റൈറ്റ്. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് തുടങ്ങുക. അതോടൊപ്പം തന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. സോ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ എനിക്കൊരു ലിക്വിഡിറ്റി കിട്ടാൻ സാധ്യതയുള്ളത് ആ ഏരിയാസ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയ എസ് എല്ലോട് കൂടി ആ ഒരു പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. എല്ലാ അനാലിസിസും കറക്റ്റ് ആകണമെന്നില്ല. റൈറ്റ്. എന്നിരുന്നാലും നമ്മൾ ചെയ്ത ഒരു അനാലിസിസ് നമുക്ക് മാർക്കറ്റിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എക്സ്പീരിയൻസ് മാത്രമേ നമ്മൾ ഒരു ബെറ്റർ ട്രേഡറാക്കി എടുക്കത്തുള്ളൂ. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് രൂപപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്കത്തുള്ള ചെറിയ ട്രേഡുകൾ ചെയ്താൽ, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡെവലപ്പ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡെവലപ്പ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്ന ചെറിയ എസ് എല്ലോട് കൂടി എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ട്രേഡ് പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അനാലിസിസ് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കും ഈ ഒരു അറിവ് എത്തിച്ചേരാൻ വേണ്ടി ഈ വീഡിയോയും ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളൊരു പോർഷനോ ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.